കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സഞ്ജു സാംസൺ CSKയിലേക്ക് ട്രേഡിംഗ് വഴി പോകുന്നു എന്നുള്ള ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് ട്രേഡ് ചെയ്തേക്കും. എന്നാൽ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വിവരം അനുസരിച്ച് രവിചന്ദ്രൻ അശ്വിനെയും അതുപോലെ ശിവൻ ഡൂബെയെയും ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് രാജസ്ഥാൻ റോയൽസിന് കൈമാറുകയാണെങ്കിൽ സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വിട്ടുതരാം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വിവരം. അതായത് സഞ്ജു സാംസന് 18 കോടി ഒരു പ്ലസ് ട്രേഡിംഗ് തുക ഇത് രാജസ്ഥാൻ റോയൽസിന് ചെന്നൈ നൽകേണ്ടി വരും. പ്ലസ് ശിവൻ ഡൂബെയും അതുപോലെ രവിചന്ദ്രൻ അശ്വിനെയും രാജസ്ഥാൻ റോയൽസിന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സഞ്ജു സാംസന് താല്പര്യമുണ്ട്. സഞ്ജു സാംസനെയും നിതീഷ് റാണയെയാണ് ട്രേഡിംഗ് വഴി കൊൽക്കത്ത മാനേജ്മെന്റിന് താല്പര്യമുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, MS ധോണി അടുത്ത സീസണിൽ CSKക്ക് വേണ്ടി കളിച്ചേക്കില്ല. അദ്ദേഹം അടുത്ത സീസണിൽ കളിച്ചേക്കില്ല. എന്നാൽ ഒരു കോച്ചായിട്ട്, അതായത് ടീം മെന്ററായിട്ട് CSK ടീമിനോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ പോലത്തെ ഒരു വിക്കറ്റ് കീപ്പറെ CSKക്ക് ടീമിൽ എത്തിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലേറ്റസ്റ്റ് ആയി വിവരം കിട്ടിയ അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും.